ഇന്നാണ് അവർക്ക് വീട് കിട്ടുന്നത് എന്നവർക്ക് അറിയില്ല. നമ്മൾ ജസ്റ്റ് വീടൊന്ന് കാണ് എന്ന് പറഞ്ഞ് വിളിച്ചേക്കുക, സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. വീട് പാലാച്ചി വിളിച്ചോണ്ട് വന്നാ പറയാതെ സർപ്രൈസ് ആയിട്ട് ഇന്നിവിടെ വന്നപ്പോൾ അറിയുന്നത് എങ്ങോട്ടാ കൊണ്ടുവന്നു പേടിച്ചില്ലേ? വന്ന് വീട് തരാനാന്ന് പറഞ്ഞപ്പോ എന്തായി തോന്നിയത്? എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. വീട് കാണാൻ വരണമെന്ന് പറഞ്ഞല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. ഇനി ചേച്ചിയായിട്ട് ആദ്യം വലത്തെ കാല് വെച്ച് കാരണം ഇപ്പൊ നല്ല പഠിച്ച് നല്ല മിടുക്കിയായി കേട്ടോ, നല്ല മിടുക്കിയായി ഉദ്യോഗമൊക്കെ വാങ്ങിച്ച് അമ്മയെ നോക്കിക്കോണം കേട്ടോ. ശരി, മതി. അദ്ദേഹത്തിൻ്റെ കാര്യം തൊട്ടു, അദ്ദേഹമാണ് ഇതിൻ്റെ ആള്. ഇത് ഈ ഭാഗ്യം നിങ്ങൾക്ക് തന്നത്. സന്തോഷം ഇതിനുള്ള സൂത്രധാരൻ. ഇത്രയ്ക്ക് സന്തോഷം എങ്ങനെ പറയണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. നമസ്കാരം. നന്മ നിറഞ്ഞ വാർത്തകളിൽ ഞാൻ അവതാരകനായി എത്താറുണ്ട്. അത്തരത്തിലൊരു വാർത്തയുമായാണ് ഇന്ന് ഞാൻ വില്ലേജ് വാർത്തയിലേക്ക് വരുന്നത്. നമ്മൾ പല സർപ്രൈസുകൾ നൽകുന്നത് കണ്ടിട്ടുണ്ട്, ഫോൺ നൽകുന്നത് കണ്ടിട്ടുണ്ട്, ഫ്രിഡ്ജും ടി വിയും ഒക്കെ നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ലൊരു വസ്തുവും വീടും ഇന്ന് സർപ്രൈസായി ഒരമ്മയ്ക്ക് മകൾക്ക് നൽകുകയാണ്. പുല്ലൂർ സ്വദേശിയായ മസ്കറ്റിൽ വ്യവസായം നടത്തുന്ന SP സുരേഷ്, അദ്ദേഹത്തിനൊരു വീട് നിർമ്മിച്ചപ്പോൾ അദ്ദേഹം 2 വീടുകൾ കൂടി നിർമ്മിച്ചു. അതിലൊരു വീട് വീടില്ലാത്ത ഒരാൾക്ക് കഴിഞ്ഞ ദിവസം നൽകി. ഇന്ന് ഒരു അമ്മയ്ക്കും മകൾക്കുമാണ് വീട് നൽകുന്നത്. അവരുടെ കാര്യം, അവരുടെ ഭർത്താവ് പണ്ടേ മരിച്ചു പോയിരുന്നു. പിന്നീട് ഒരു മകനും മകളുമായി ഉണ്ടായിരുന്നത്. മകൻ 3 വർഷം മുമ്പും മരണപ്പെട്ടു പോയി. ഇപ്പോൾ അമ്മയും മകളും മാത്രമാണ്, അവർക്ക് വീടില്ല. ഏറ്റവും രസകരമായ കാര്യം, വീട് കിട്ടുമെന്ന് അവർക്കറിയാം, പക്ഷേ അവരെ വീട് കണ്ടിട്ടില്ല. ഇന്നാണ് അവർക്ക് വീട് കിട്ടുന്നത് എന്നവർക്കറിയില്ല. ഇന്ന് ഞങ്ങളിവിടെ ഒരു ഗൃഹപ്രവേശ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ KB ഗണേഷ് കുമാർ മന്ത്രി അടക്കം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സർപ്രൈസായി അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ പറയുന്നതിൽ രസമില്ലല്ലോ, നിങ്ങൾ ആ സർപ്രൈസായി വീട് നൽകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. സുരേഷേട്ടാ, ഇന്ന് എന്താണ് ഇവിടെ പരിപാടി? നമ്മൾ ഒരു വീട് സർപ്രൈസായിട്ട് ഒരു കുടുംബത്തിന് കൊടുക്കുകയാണ്. വസ്തുവും വീടും ഒന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിന് അവരെ കാണിക്കാൻ വേണ്ടി എന്നുള്ള അവരെ ജസ്റ്റ് ഞങ്ങളൊരു 10 പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരാളെ നമ്മൾ ജസ്റ്റ് വീടൊന്ന് കാണ് എന്ന് പറഞ്ഞ് വിളിച്ചേക്കുക, സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. വല്ലാത്തൊരു അനുഭവമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് വീടുകൾ പബ്ലിസിറ്റി ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കൈകാടത്തിലൂടെ ഉണ്ട് കേട്ടോ, ഇതിങ്ങനെ ഒരു സർപ്രൈസ് ആക്കുന്നതിന് ബില്ലിൽ അല്ലേ? കാരണം അത് എത്രയോളം വീടുകൾ കൊടുത്തിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നൊരു 20-ന് മുകളിൽ കൊടുത്തിട്ടുണ്ട് പല സമയത്തായിട്ട്. പക്ഷെ അതൊന്നും വാർത്തയായിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരുപാട് കുട്ടികളെ എത്രയോളം പഠിപ്പിക്കുന്നുണ്ട്, 80 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. വിദേശത്ത് പ്രവാസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബിസിനസ് ഒന്നുമില്ല, നാട്ടിലൊരു ബിസിനസ്. എന്നുവെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്കറിയാവുന്ന പല ആളുകളുണ്ട് ഇവിടെ ബിസിനസ് ഉള്ളവർ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവർക്ക് ഗുണമുണ്ടാകും. അപ്പം ഞാൻ ആദ്യമേ പറയാം, അദ്ദേഹത്തിന് ഇവിടെ ബിസിനസ് ഒന്നുമില്ല. അദ്ദേഹം പ്രവാസ ലോകത്ത് മസ്കറ്റിൽ എത്ര വർഷമായിട്ടാണ്? 32 വർഷമായിട്ട് മസ്കറ്റിൽ കഷ്ടപ്പെട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം ഇങ്ങനെ കൊടുക്കുകയാണ്. അല്ല, ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടോ? ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഒരു രസം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങ് നാളെയാണ്, 30-ാം തീയതി. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിനൊരു വാശി എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ കയറി താമസിക്കുന്നതിന് മുമ്പ് ഞാൻ ആർക്കാണോ വീട് നൽകുന്നത് അവർ കയറി താമസിക്കണം, അതിന് വേറെ ഒന്നും നോക്കണ്ട, അങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു ചടങ്ങ് പരിപാടി സംഘടിപ്പിച്ചത്. ഇത് മാത്രമല്ല, വീട്ടിലേക്ക് വേണ്ടുന്ന പലചരക്ക് സാധനങ്ങളെല്ലാം അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാത്രങ്ങളുണ്ട് അല്ലേ, പച്ചക്കറി, പിന്നെ ഫർണിച്ചർ, ബെഡ്, സോഫ സെറ്റ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവർ വന്ന ഇങ്ങോട്ട് ഡ്രസ്സും എടുത്ത് എനിക്ക് അവരുടെ അളവ് കൂടെ നമ്മൾ സർപ്രൈസ് അല്ലായിരുന്നെങ്കിൽ ചോദിച്ചിട്ട് ഡ്രസ്സ് കൂടെ മേടിച്ചില്ലേ. കാരണം അവർ നേരെ വരിക, അവരിപ്പോൾ വരാറായിട്ടുണ്ട്. ബഹുമാനനായ പത്തനാപുരം MLA അദ്ദേഹവും എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ നേരിട്ട് മണ്ഡലം കൂടിയാണ്. അതെ, അത് പത്തനാപുരം മണ്ഡലമാണ് കേട്ടോ, അതോട് പറയണം. ഇത് പത്തനാപുരം ഏകദേശ സ്ഥലമാണ്, പത്തനാപുരം മണ്ഡലമാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ആ കാഴ്ചകൾ കാണാം. ആണോ, നിങ്ങൾക്ക് സുരേഷ് സാർ വീട് തരുവാ? വീട് പാലാച്ചി വിളിച്ചോണ്ട് വന്നാ പറയാതെ സർപ്രൈസ് ആയിട്ട് ഇനി ചേച്ചിയായിട്ട് ആദ്യം വലത്തെ കാല് വെച്ച് കാരണം കട്ടളക്കകത്തോട്ട് വയ്ക്കണം, വലത്തെ കാല് വെച്ച് കാരണം ഇവിടെ അവിടെ നിന്നിട്ട് വലത്തെ കാലകത്തോട്ട് വയ്ക്കുക. ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി മോളും വലത്തെ കാല് വെച്ചും കയറിക്കും. അതിലേടപ്പുറം അവിടെ നേരെ പഠിക്കണം. അതാണ് നല്ല സുരക്ഷിതമായ വീട് കിട്ടി, ഇതിലിരുന്ന് പഠിച്ചു മിടിക്കുക, അമ്മയൊക്കെ നോക്കിക്കൊണ്ടു. ഇനി നിൻ്റെ കയ്യിലാണ് കാര്യം. ജീവിതം സുരക്ഷിതമാക്കി തന്നു. സുരക്ഷിതമായ വീട്ടിനകത്ത് കയറി താമസിക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമാണ്. എന്നിട്ട് ഒത്തിരി സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. സുരേഷ് സ്വന്തമായിട്ട് പുതിയ വീട് വെച്ച്, മനോഹരമായ വീട് വെച്ച് മാറുന്നതിനോടനുബന്ധിച്ച് 2 വീടുകളാണ്. സുരേഷ് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ്. 2 വീടുകളാണ് ഇപ്പം നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. അതിലെ 2ാമത്തെ വീടാണ് ഇന്ന്
ശ്രീമതി സലോമയ്ക്കും അവരെ മകൾ ശിവപ്രിയയ്ക്കും വേണ്ടി നൽകുന്നത്. നന്മ ചെയ്യുമ്പോൾ അത് യഥാർത്ഥ അർഹിക്കുന്നവരെ കരങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത്തരത്തിലൊരു നല്ല അവർക്കൊരു ആവശ്യമാണ്. ഈ കുഞ്ഞിന് ഇവിടെ നിന്ന് ഈ വീട്ടിൽ താമസിച്ച് പഠിച്ച് മിടുക്കിയായി അമ്മയും സംരക്ഷിച്ച് നല്ല നിലയിൽ വളരാനുള്ളൊരു സാഹചര്യമാണ് സുരേഷ് ഉണ്ടാക്കി കൊടുത്തത്. സുരേഷിനെ എത്ര തന്നെ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഒരുപാട് ചാരിറ്റി എനിക്കറിയാം, ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ്. പക്ഷേ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2 കുടുംബങ്ങൾക്ക്, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 2 കുടുംബങ്ങൾക്ക് ഒരു ഭവനം നിർമ്മിച്ച് സ്ഥലം വാങ്ങി അതിൽ കെട്ടം വെച്ച് കൊടുക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ സുരേഷിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇത്രയൊന്നും ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥന 20 കൊല്ലം കൊണ്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും വന്നു പോയി എൻ്റെ കുഞ്ഞിന് ഭൂമിയിൽ കിടക്കാൻ ഒരു പിടി മണ്ണ് ദൈവം ഒരുക്കി തരണമെന്ന് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. 4 വയസ്സ് തൊട്ട് ഞാൻ ഈ പപ്പയുടെ പവിയുടെ അമ്മയുടെയൊക്കെ വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിച്ച് ഒരുപാട് സഹായങ്ങൾ എനിക്ക് അവർ ചെയ്തു തന്ന്. ഞാൻ വീട്ടിൽ ജോലിക്ക് പോയാണ് എൻ്റെ മോളെ ഇത്രയും പഠിപ്പിച്ചത്. അവളെ നല്ലപോലെ വിദ്യാഭ്യാസം കൊടുത്ത് അവൾക്ക് നല്ല ഡ്രസ്സും കൊടുത്ത് വേറൊന്നും എനിക്ക് അവൾക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. ഞാൻ പറയായിരുന്നു, മരിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പറയാം, എനിക്ക് ഒരു പിടി മണ്ണ് എനിക്ക് കിടക്കാൻ എനിക്ക് ദൈവം ഒരുക്കി തരണമെന്ന് ഞാൻ പറയായിരുന്നു. അത് SP സാറിൻ്റെ രൂപത്തിൽ എൻ്റെ ദൈവമായിട്ട് വന്ന് സാറിന് എനിക്കത് ഇത്രയും നല്ലൊരു വീട് തരുമെന്ന് ഒരിക്കലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ എനിക്ക് ഒരു പിടി മണ്ണ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. എന്നെ കൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ കരയാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കാര്യം മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ ആ ഫീല് നമുക്കും വന്നാൽ മാത്രമേ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അല്ലേ? നമ്മൾ എന്തിനേയും കാണുമ്പോൾ കല്ല് പോലെ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരാൾക്കൊരു നേരത്തെ ആഹാരം പോലും കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെ ഒരു മുഹൂർത്തം വളരെ സന്തോഷം. കാരണം ശരിക്കും അർഹതപ്പെട്ട ആളിന് തന്നെ അത് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം പലപ്പോഴും ചാരിറ്റി ചെയ്യുന്നവർക്ക് പറ്റുന്നത് പലപ്പോഴും പല സമയത്തും എനിക്കും തുടക്കത്തിലൊക്കെ ഒത്തിരി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പറ്റിക്കപ്പെടുക എന്നുള്ളത്. കാരണം അതൊരു വലിയ ഘടകമാണ്. അല്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും സഹായിക്കാൻ ഒരാൾക്ക് പറ്റത്തില്ല. എല്ലാവരും സഹായിക്കണം. ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്കാണ്, അത് എപ്പോഴും എനിക്ക് പറയാൻ തോന്നുന്നത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് 3 നേരം ആഹാരം കഴിക്കാൻ പറ്റുമെങ്കിൽ അതിലെ ഒരു നേരത്തെ ആഹാരം തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് കൊടുക്കാൻ വിശക്കുന്നവന്. കാരണം 2 നേരത്തെ ആഹാരം മതി ഒരു മനുഷ്യൻ ആരോഗ്യമായിട്ടിരിക്കാൻ. അതെപ്പോഴും ഞാൻ അതാണ് സിമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അങ്ങനെ എല്ലാവരും ചിന്തിച്ച്, ചിലപ്പോൾ എൻ്റെ വീട് വെച്ചു, ഞാൻ 2 വീട് മറ്റ് അർഹതപ്പെട്ടവർ കൊടുത്തു. അതുപോലെ എല്ലാവരും ചിന്തിച്ചാൽ ഇതുപോലെ ഫുള്ള് ഫർണിഷ്ഡായിട്ടൊന്നും കൊടുക്കണമെന്നില്ല. ഒരു സ്ഥലവുമില്ല, ഒന്നുമില്ലാതെ ഷെഡിൽ കിടക്കുന്നവർക്ക് ഒരു മുറി ഒരു വീട് കിട്ടിയാൽ പോലും സന്തോഷമാണ്. അപ്പം അങ്ങനെ പോലും ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്യുന്നവരെ കുറച്ച് കുറ്റം പറയാൻ കുറച്ച് ആളുകളാണ്, അതിനാണ് ആളുകൾ കൂടുതൽ. എന്തായാലും സന്തോഷം എല്ലാവരും ഇതിൽ പങ്കെടുത്താൽ. ഒത്തിരി സന്തോഷമായി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തതാ എനിക്ക് ദൈവം തന്നത്. സങ്കടങ്ങളെല്ലാം അവിടെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞ് കരയെടുക്കുകയും ചെയ്യരുത്. നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം ഇങ്ങനൊരു വീട് കിട്ടുമെന്നോ ഒന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം സാറിനെ വന്ന് കാണണം, വീട് കാണാൻ വരണമെന്ന് പറഞ്ഞല്ലാതെ വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് എല്ലാവരും വീട് കാണിക്കാന്നുള്ള രീതിയിലാണ് എല്ലാവരെയും കൊണ്ടുവന്നത്. ആര് വരുന്നത് എന്താണോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അന്നപ്പം പൂവൊക്കെ ഇട്ട് മൊത്തം അലങ്കരിച്ചിട്ട് ഭയങ്കരമായിട്ട് പിന്നെ വാടകയ്ക്ക് ഇത്ര നാൾ നടന്നിട്ട് ഇത്ര നല്ല വീട് കിട്ടുമ്പോൾ സന്തോഷത്തിലാണ്.